ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മത്തങ്ങ കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ചെറിയൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ അരിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ സ്കിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ പീസ് ആവരുത്, തീരെ ചെറിയ പീസും ആവരുത്. ആ ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ കൊണ്ടുവരാം. അപ്പോൾ മത്തങ്ങയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെയുള്ള ചെറിയ പീസാക്കി എടുത്താൽ മതി കേട്ടോ. തീരെ ചെറുതാവണ്ട, എന്നാൽ കുറച്ച് വലിയ പീസും ആവരുത്. ഈ ഒരു പരുവം, ഈ ഒരളവിൽ വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം, കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ചേർക്കേണ്ട. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഒരു പൊട്ട് മതി, 1-2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കതിനകത്തേക്ക് പച്ചമുളക് വേണം, അതുപോലെ തന്നെ കറിവേപ്പില വേണം. ആവശ്യത്തിന് കറിവേപ്പില, അതുപോലെ നമ്മളുടെ എരിവിനനുസരിച്ച്, എരിവങ്ങ് ഒരുപാടുള്ളൊരു കറിയല്ല, ഒരു 1-2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അധികം എരിവാവരുത്, ആ രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. അപ്പം ഞാനൊരു 2 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 2 ചേർത്തത്. എരിവുള്ളതൊക്കെ ആണെങ്കിൽ 1 ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് വേവാൻ വേണ്ടി വയ്ക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, കാരണം മത്തങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആ മത്തങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം, വെള്ളത്തിൻ്റെ അളവ് കൂടരുത് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കറി ചെയ്യുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് തിക്കായിട്ടിരിക്കണം. അതിനാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ, നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എൻ്റെ മത്തങ്ങ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് വെന്ത് വരണം. ഉടയാൻ പാടില്ല. തിളച്ച് വെന്തങ്ങ് ഉടഞ്ഞു പോകുന്നൊരു പരുവം ആവരുത്. വേവണം എന്ന് അങ്ങ് ഒരുപാട് ഉടഞ്ഞു പോകാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്നായി വരട്ടെ. അപ്പോൾ എന്താ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നല്ല ഒരു പിടി തേങ്ങ എടുക്കുക, ഒരു 2 നുള്ള് ജീരകം, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ തികച്ചെടുക്കേണ്ട കടുക്. കടുകിൻ്റെ അളവ് കൂടരുത് കേട്ടോ. 1/2 ടീസ്പൂൺ തികച്ചെടുക്കരുത്, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. 1/4 ടീസ്പൂൺ ഇത്തിരി കൂടെയൊക്കെ ആയാലും കുഴപ്പമില്ല. കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു സ്വല്പം വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. വെള്ളത്തിൻ്റെ അളവ് കൂടരുത്, ഒരു പൊട്ട് വെള്ളം, അത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ. അപ്പോൾ ഇതാ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഓരോ സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എന്താ അരപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, വെള്ളം നല്ല രീതിയിൽ കുറച്ചിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഒരു കുഴമ്പ് പരുവത്തിൽ വേണം. ഇനി ഈ അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഞാനൊരു പൊട്ട് വെള്ളം, ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊന്ന് തിളയ്ക്കണമല്ലോ, തിളച്ചിട്ടൊന്ന് ചൂട് മാറിക്കിട്ടണം. അപ്പോൾ നമ്മൾ തീരെ വെള്ളം ഒഴിക്കാതെയാണല്ലോ അരച്ചെടുത്തത്. അപ്പോൾ അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. ആ തേങ്ങയുടെ ടേസ്റ്റ്, ആ ജീരകത്തിൻ്റെയും കടുകിൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ്, റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറണം, ഒന്ന് തിളയ്ക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നായി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഒരു കപ്പോളം തൈര് എടുക്കുക, നല്ല കട്ട തൈര് എടുക്കുക. ഓവർ പുളി ഉണ്ടാവരുത്, എന്നാൽ ആവശ്യത്തിന് പുളി വേണം താനും കേട്ടോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ആ ഒരു തേങ്ങയുടെ ടേസ്റ്റ്, പച്ച സ്മെല്ലൊക്കെ, റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് തൈര് എടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 1/2 കപ്പും ഒരു ഇത്തിരി കൂടെ തൈരായിട്ടുള്ളൂ കേട്ടോ. കാരണം തൈര് ഒരുപാട് ചേർക്കരുത്. ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്ത് കട്ട ഉടച്ച തൈരാണ് കേട്ടോ. അപ്പോൾ ഇതായിരിക്കണം എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് വെള്ളം പോലെ ആവരുത്. അപ്പോൾ തൈര് അതിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം.
അതാണ് ആദ്യമൊക്കെ പറഞ്ഞത്, ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത്, മത്തങ്ങയിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുത് എന്നൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഒരു പൊട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ കൂടുതൽ സ്വാദാണ്. നല്ല മധുരമുള്ള മത്തങ്ങയൊക്കെ ആണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇതങ്ങനെ മധുരമുള്ള മത്തങ്ങ അല്ല കേട്ടോ, അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു പൊട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു നുള്ള് ചേർത്താൽ മതി കേട്ടോ. ആ തൈരും മത്തങ്ങയും എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു പൊട്ട് പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ നല്ല സ്വാദാണ്. ഓപ്ഷണലാണ്, വേണ്ടുന്നവർ മാത്രം ചെയ്യുക, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. അപ്പോൾ എന്താ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. തൈര് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കാൻ പാടില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് തൈര് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാവും കേട്ടോ, അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ ഓൺ ആക്കിയിട്ടില്ല. തൈര് ചേർത്തിട്ട് ഓണാക്കാനേ പാടില്ല കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ഇത്തിരി കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ലൂസാക്കരുത്, ആവശ്യത്തിന് മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവൂ. ഒരുപാട് വെള്ളം പോലെ ആക്കി എടുക്കരുത് കേട്ടോ. നമ്മൾ മത്തങ്ങ പച്ചടിയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം പോലെ ആവരുത്. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം തൈരും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയാണ് നമ്മളിതിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മതിയാവും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക കേട്ടോ, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഒരുപാടങ്ങ് ലൂസാക്കാനും പാടില്ല. ഈ ഒരു പരുവം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ മത്തങ്ങ കൊണ്ടുള്ള റെസിപ്പിയുടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്, എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ബെലൈക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. യൂട്യൂബിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കൊണ്ടായിരിക്കാം. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മത്തങ്ങ കൊണ്ടുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മത്തങ്ങ റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.